തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൂടി മരിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്ന ദിവാകരനാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ ദിവാകരൻ വെന്റിലേറ്ററിലായിരുന്നു. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 2 അപകടവുമായി ബന്ധപ്പെട്ട് നരഹത്യാ കുറ്റം ചുമത്തി 4 പേരെ അറസ്റ്റ് ചെയ്തു. കരയോഗം ഭാരവാഹികളായ സതീശൻ, ശശികുമാർ, കരാർ ജോലിക്കാരായ വിനോദ് എന്നിവരാണ് അറസ്റ്റിലായത്. സ്ഫോടനത്തിൽ സ്വമേധ്യാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ കളക്ടറോടും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറോടും റിപ്പോർട്ട് തേടി. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. അശ്വിൻ പോലായി ചേർന്നു. അശ്വിൻ, വിശദാംശങ്ങൾ. സുഹേൽ 7 മണിയോടുകൂടിയാണ് ദിവാകരന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. പൊള്ളലേൽക്കുകയും അതിനൊപ്പം ഈ കെട്ടിടാവശിഷ്ടങ്ങളും വാഹനത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ ദിവാകരന്റെ മുകളിലേക്ക് വീഴുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അതീവ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് ദിവാകരൻ നീങ്ങിയത്. വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജീവൻ നിലനിർത്തിയിരുന്നത്. അതിനിടെ ഒരു അടിയന്തര ശസ്ത്രക്രിയ കൂടി നടത്തിയിരുന്നു. എന്നാൽ ജീവൻ നിലനിർത്താനായില്ല. 7 മണിയോടുകൂടി മരണം സ്ഥിരീകരിച്ചു. ഇതോടെ തിരുവനന്തപുരം സ്വദേശി വിഷ്ണുവിന്റെ അടക്കം 2 മരണങ്ങളാണ് ഇതിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. 2 പേർ കൂടി അതീവ ഗുരുതരാവസ്ഥയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ഇവിടെ ആരോഗ്യനിലയിൽ നിലവിൽ പുരോഗതി ഇല്ല എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഇന്ന് രാത്രി കൂടി കഴിഞ്ഞാലേ ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുകയുള്ളൂ. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് നരഹത്യ കുറ്റം ചുമത്തിയാണ് 4 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ക്ഷേത്രം ഭാരവാഹികളും ഒപ്പം ഈ കരാർ ജോലിക്കാരായി ഈ പടക്കശാലയിലേക്ക് എത്തിയവരുമുണ്ട്. അതിനോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ജില്ലാ കളക്ടറോടും ഒപ്പം SP-യോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. വരും ദിവസങ്ങളിൽ, നാളെ അടക്കമുള്ള ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിദഗ്ധ അന്വേഷണം, പരിശോധനകളൊക്കെ ഈ സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇന്ന് ഫോറൻസിക് സംഘം സ്ഥലത്ത് നിന്ന് സാമ്പിളുകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. എന്താണ് അപകട കാരണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ ഈ വിദഗ്ധ പരിശോധനകൾ അതിന് സഹായകമാകും. നിലവിൽ ഇപ്പോഴും ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള സംശയം മാത്രമാണ് ഫയർഫോഴ്സിനും പോലീസിനും ഒക്കെ മുന്നിലുള്ളത്. എന്തായാലും ഒപ്പം ഇന്ന് അവിടെ ആളുകളുടെ വീട്ടുകളിൽ താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് സമീപവാസികളെയൊക്കെ സമീപത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലേക്ക് അവിടെ താൽക്കാലികമായി ക്യാമ്പ് സജ്ജീകരിച്ച് അവിടേക്ക് മുനിസിപ്പാലിറ്റി മാറ്റിയിട്ടുണ്ട്. ഒപ്പം ഈ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ ധനസഹായം കൈമാറുന്നതുമൊക്കെ ബന്ധപ്പെട്ട് പ്രാരംഭ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. നാളെ നടക്കുന്ന വിദഗ്ധ പരിശോധനകൾ നിർണായകമാകും. സ്ഫോടനം എങ്ങനെയുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം ആവശ്യമുണ്ട്. ഇപ്പോൾ 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നരഹത്യാ കുറ്റം ചുമത്തിയാണ് 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.